നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് തിരുവനന്തപുരത്താണ്, കോവളത്ത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ജസ്റ്റ് ഒരു ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയാണ്. ഇത് നമ്മുടെ കോവളം കന്യാകുമാരി ഹൈവേ ആട്ടോ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിലും വെച്ച് ഏറ്റവും നല്ല റോഡ് ഇതാന്ന് തോന്നുന്നു. പക്ഷേ ഇത് ടാർഡ് റോഡല്ല, നമ്മുടെ ഈ കോൺക്രീറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഈ വഴി ഇപ്പോൾ നമ്മുടെ കേരള ബോർഡർ വരെ ഫിനിഷ് ആയിട്ടുള്ളൂ. നമുക്കൊരു വർഷമാകുമ്പോഴത്തേക്കും മേ ബി തമിഴ്നാട്ടിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഈ റോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകാൻ ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പം നമ്മൾ കന്യാകുമാരിക്ക് പോയിട്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ചെറിയ റൂട്ടിൽ കൂടെയാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ട്രാഫിക് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ റോഡ് വന്നു കഴിയുമ്പോൾ അതൊക്കെ മാറും. ഇതേ കണ്ടില്ലേ, ഈ റോഡാണ്. ഈ റോഡിലെ വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. കാരണം ഫ്രണ്ടിലും ഒന്നും വണ്ടികളില്ല, അപ്പുറം ഇപ്പുറം മൊത്തം പച്ചപ്പും അങ്ങനെ ഹരിതാപമൊക്കെ ആയിട്ട് അടിപൊളി റോഡാട്ടോ അത്. എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരം വന്നിട്ട് തിരുവനന്തപുരം ആ ടൗൺ അത് ആ ടോളിൻ്റെ ഇങ്ങടേക്കുള്ള റോഡാണ് എനിക്കിഷ്ടം. അതിന് അങ്ങടേക്കുള്ള റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം തിരക്കും ബഹളവും ഒക്കെയാണ്. കാരണം ഇപ്പം സമയം ഏതാണ്ട് 6:45. നമ്മളൊരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം കോവളം ജംഗ്ഷനിലെത്തും. നമുക്ക് അവിടെ നിന്ന് അങ്ങടെ മൊത്തം ട്രാഫിക് ആയിരിക്കും. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. എന്തായാലും നല്ല കിട്ടില്ല റോഡാട്ടോ. ഈ റോഡിനെ കുറിച്ചൊന്നും പറയാനില്ല, നല്ല അടിപൊളി റോഡാണ്. പക്ഷേ ഇത് ഈ കോൺക്രീറ്റ് ആയതുകൊണ്ട് മാത്രം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരുമാതിരി സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു പ്രശ്നമുള്ളൂ. അതല്ലാണ്ട് റോഡ് ബെസ്റ്റ് എന്ന് വേണം പറയാം. ഇപ്പോൾ കേരളത്തിൽ ഉള്ളതിൽ വെച്ച് ബെസ്റ്റ്. പക്ഷേ ഇതൊരു പുതിയ റോഡുമാണ്, എല്ലാം സെറ്റ് ആയതാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നും മനസ്സിലാവണില്ല. ഇത് ഓൾറെഡി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത റോഡാണ് അത്. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തോ ബാരിക്കേഡൊക്കെ വെച്ച് എന്തോ പണി നടക്കുന്നുണ്ട്. എന്താണെന്നും നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ പണി ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഓൾറെഡി ഇത് പണിയുന്ന സമയത്ത് ഇവർക്ക് ഓൾറെഡി അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാവുന്നതായിരുന്നുള്ളൂ. ഇതിപ്പോൾ റോഡും എല്ലാം പണിത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊക്കെ പിന്നെയും പൊളിച്ച് പിന്നെയും പണിയാന്ന് പറയുമ്പോൾ പിന്നെയും കോസ്റ്റ് എന്താ പറയുക, മണി വേസ്റ്റ് അല്ലേ. അതുകൊണ്ട് ഇപ്പം നേരം ഏകദേശം 6:45 ചെറിയൊരു വെളിച്ചമൊക്കെ വന്നു തുടങ്ങി. കിട്ടില്ലുണ്ട് ഈ ഒരു സമയത്തല്ല, നമുക്ക് ഫുൾ ഡേ ഒരു രാവിലെ ആയാലും ഈ കോവളം ജംഗ്ഷൻ ഇപ്പുറേക്കുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യാൻ വളരെ രസമുണ്ട്. കാരണം വണ്ടികളില്ല, നമുക്ക് യാതൊരു തിരക്കുമില്ല, ട്രാഫിക്കില്ല, ശല്യങ്ങളില്ല. സുഖമായിട്ട് നമുക്കൊരു 80-ലൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റുന്ന റോഡാകുന്നത്. പിന്നെ ഓവർ സ്പീഡൊക്കെ പോയാൽ ഫൈൻ അടിക്കും. വേറെ കാര്യം പിന്നെ ഈ വഴിക്ക് വണ്ടികളൊക്കെ വന്നൊക്കെ തമിഴ്നാട് കണ്ടത് ചിക്കുള്ളി പോകാനായിട്ട് തന്നെ. കാരണം എന്തിപ്പോൾ കണ്ടില്ല, ആ വണ്ടി പോകണം കറക്റ്റാക്കി എന്നാ ക്ഷീണം വന്നതെന്ന് പറയും. പിന്നെ ഇത് ഈ സൈഡിൽ ഇവരുടെ സർവീസ് റോഡൊക്കെ ഉണ്ടായിരുന്നു, ഒരുമാതിരി മല പോലെ പൊന്തിയും താന്നൊക്കെ പോകണുണ്ടോ. അടിപൊളിയാണ്. ഞാനൊരിക്കൽ ആ സർവീസ് റോഡിൽ കൂടെ പോയായിരുന്നു. കിടലിലാണ്. നമുക്ക് എന്താ പറയുക, ഒരു വണ്ടറിലേക്ക് പോയ പോലെ ഒരു ഫീലാണ് ആ വഴിക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കണ്ടില്ലേ, നമ്മൾ അവിടുത്തെ ഒരു വർക്കും കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്നപ്പോൾ ഇവിടെയും എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ടോ. പക്ഷേ ഇത് എന്താ സെറ്റപ്പ് എന്നൊന്നും മനസ്സിലാണ്. കാരണം എനിക്ക് തോന്നുന്നു ഓവർ ബ്രിഡ്ജ് പണിയുന്നതാണ് മുകളിൽ. മീൻസ് ഇപ്പുറത്തേക്ക് ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി അത് പണിയുന്നതാണ്. അത് നല്ല കാര്യം. അല്ലെങ്കിൽ വണ്ടികൾ അപ്പുറത്തേക്ക് ഇങ്ങനെ ക്രോസ് ആയിക്കൊണ്ടിരിക്കട്ടെ. ഇങ്ങനെ ഓവർ ബ്രിഡ്ജിൽ കൂടെ വണ്ടി പാസ്സാവുന്ന വെച്ചാൽ നല്ല കാര്യം. കാരണം ഹൈവേ കൂടെ പോകുന്ന വണ്ടിക്ക് യാതൊരു തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷെ പേഷ്യൻസ് വേണം നമുക്ക്. കാരണം നമ്മുടെ നാളത്തെ യാത്ര സുഖമാക്കാൻ വേണ്ടിയാണ്. ഇന്ന് ചെറിയൊരു കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. എന്തായാലും നാളെ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഇത് ഈ ബ്രിഡ്ജൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണോ. നല്ല എന്താ പറയുക, നമുക്കൊരു ക്വാളിറ്റി ഫീൽ തോന്നിക്കുന്നുണ്ട് ഈ വഴിക്ക് ഈ ഒരു ബ്രിഡ്ജൊക്കെ കണ്ടുകൊണ്ട്. സത്യം പറയാം, ബാക്കിയെല്ലാം നമുക്ക് പോകുമ്പോൾ തട്ടിക്കൂട്ട് പണി പോലൊക്കെ തോന്നും. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഈ 2 സൈഡും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഈ ഇങ്ങനെ ഹൈറ്റുള്ള സ്ഥലത്തൊക്കെ ഇവർ എന്താ പറയുക കോൺക്രീറ്റ് വാൾ പോലെ ചെയ്തിട്ട് അതിനകത്ത് ഇവരെ മറ്റേ എന്താ പറയുക ഈ വള്ളി പോലെ ഇതാ വന്ന മണി പ്ലാന്റ് അല്ല, പക്ഷെ അതേപോലത്തെ ഏതാണ്ട് ഒരു പ്ലാന്റ് ഫുള്ളായിട്ട് പടർത്തി വിട്ടേക്കുക. അതൊക്കെ കാണാൻ അടിപൊളിയായിട്ട് വഴിക്ക്. എന്തായാലും ഇപ്പോൾ ഒരു അടുത്തൊരു ഇതും കൂടെ അങ്ങനത്തെ ഒരു സ്ഥലം വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അടിപൊളി സ്ഥലമുണ്ട് ഈ സാധനം. നല്ല രസമുണ്ട് ഇത് കാണുമ്പോഴായിട്ട്. ഏതാണ്ട് കണ്ടോ
ആണ് ശരിക്കും പറഞ്ഞാൽ ഈ വഴി കൂടെ വന്നത്. കാരണം തിരക്കില്ല നമുക്ക്, അതാണ് മെയിൻ വിഷയം. തിരക്കില്ല, പിന്നെ കുഴിയില്ല. കുഴിയില്ലാത്തതാണ് നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ്. കുഴി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇപ്പുറത്തൊക്കെ പച്ചപ്പും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയ ഒരു ഇത് തോന്നിക്കില്ല, ഒരു ഉപ്പ് തോന്നിക്കില്ല. ഇതിപ്പോൾ കുഴി ഇല്ലാത്തതുകൊണ്ടാണ്, കുഴിയും ഇല്ല, നമുക്ക് സ്മൂത്തായിട്ട് പോകാനും പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഇത് കിട്ടുന്നത്. കണ്ടോ, സ്ട്രെയിറ്റ് സ്ട്രെച്ച് കേട്ടോ ഇവിടുന്ന് നേരെ ഇത് കണ്ടോ അങ്ങറ്റം വരെ നമുക്ക് ഒരു 1.5 കിലോമീറ്റർ വരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റും, ക്ലിയർ ആയിട്ട്. കണ്ടോ, സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ്. ഞാൻ ഇങ്ങനത്തെ ഒരു റോഡ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ്. അതല്ലാണ്ട് പിന്നെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് സ്ട്രെച്ചുള്ള റോഡ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഇനിയിപ്പോൾ വരുമായിരിക്കും, നമ്മുടെ NH66 പണി ഫുള്ള് കഴിയുമ്പോൾ വരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ കറന്റ് ഏതായാലും ഇതാണ് അതിൽ അടിപൊളി. ഈ സെയിം പാറ്റേണിലായിരിക്കും തോന്നുന്നായിരിക്കും ഈ ഹൈവേ വരുന്നത്. കാരണം ഈ സൈഡിൽ ഈ പൊങ്ങിയും താന്നുള്ള സർവീസ് റോഡ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും മിക്കവാറും നമ്മുടെ NH66 ഓപ്പൺ ആവാന്നാണ് എനിക്ക് തോന്നുന്നത്. പലയിടത്തും ഞാൻ ഈ കണ്ട പോലെ സെയിം ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് എന്തായാലും അടിപൊളിയാണത്. കുറേ പേരൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ബൈക്കുകാരുടെയൊക്കെ തിരക്ക് തുടങ്ങും. കാരണം കോവളം ജംഗ്ഷൻ ഏതാണ്ടൊക്കെ ആവാറായി. ഏകദേശം ഇനി അങ്ങോട്ട് ഇവരും എല്ലാവരുമായിട്ട് മൊത്തത്തിൽ തിരക്ക് വരും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു തിരക്ക് വരും എന്തായാലും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഇപ്പം എന്തായാലും ഞാൻ കന്യാകുമാരി പോയിട്ട് വന്നാണ്. അപ്പോൾ കന്യാകുമാരിയും കേരളം, ഈ തമിഴ്നാടും കേരളം വെച്ച് നോക്കുമ്പോണ്ടല്ലോ, തമിഴ്നാട്ടിലെ ആൾക്കാരുടെ ഒരു ഡ്രൈവിംഗ് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്കേടില്ല. പിന്നെ തമിഴ്നാടിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഡ്രൈവിംഗ് സെൻസ് എന്ന് വേണം പറയാനായിട്ട്. കാരണം ഈ പിറകെ ഒരു വണ്ടി വരുന്നുണ്ട്, ആ വണ്ടി പാസ് അടിച്ച് കാണിക്കുന്നുണ്ട്, അത് കയറിപ്പോകണം, അതൊന്നുമില്ല. ഇവര് എന്താ പറയുക, ഗ്യാപ്പ് ഉണ്ടെങ്കിലും റൈറ്റ് സൈഡ് പിടിച്ചാൽ പോവുള്ളൂ. അപ്പോൾ പിറകെ വരുന്ന വണ്ടിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ബൈക്കിൽ പോണവരുടെ കാര്യം പറയണ്ട, ബൈക്കുകാർ ഏത് വഴിക്ക് വരുമെന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചില സമയത്ത് നമ്മൾ തന്നെ ഒന്ന് പെട്ടെന്നായിരിക്കും കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ ബൈക്ക് വരുന്നത്. അപ്പോൾ ഒരു മോശമായ രീതിയിലാണ് ഈ തമിഴ്നാട്ടുകാരുടെ ഡ്രൈവിംഗ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജംഗ്ഷനിലെത്തി കേട്ടോ. ഇത് നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കോവളം ബീച്ചിലോട്ട് പോകും. നമ്മളെന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മളെന്തായാലും നേരെ തന്നെ പോകണം. നമുക്ക് പോകേണ്ടത് കൊച്ചിക്കാണ്. നമ്മളെന്തായാലും നേരെ പോകണം. ഈ ലെഫ്റ്റിലോട്ട് പോയാൽ എന്തായാലും കോവളം ബീച്ചാണ്. പിന്നെ വേണമെങ്കിൽ അവിടെ നിന്ന് പോയി വീഡിയോ എടുത്തിട്ടായിരുന്നു, പക്ഷേ സമയമില്ല. ഞാൻ വെളുപ്പിന് ഇറങ്ങിയതാവില്ല അവന്മാരിൽ നിന്ന്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നുള്ളൂ. വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നുമില്ല. പിന്നെ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ചെടുത്താണ്. നമ്മളങ്ങനെ അവിടെ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നതുകൊണ്ടേ നമുക്ക് സർവീസ് റോഡ് പിടിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളത് സർവീസ് റോഡിൽ കൂടെ ആട്ടോ പോകുന്നത്. പക്ഷേ ഇവിടുത്തെ കുഴപ്പം എന്താണെന്നറിയും, ഈ നമ്മുടെ മെയിൻ ഹൈവേയിൽ അതിൽ ഫ്ലൈ ഓവർ പണിയണമുണ്ട്. നമുക്ക് സർവീസ് റോഡിലേക്കാണ് ഡീവിയേഷൻ വെച്ചാണ്. പക്ഷേ ഈ വഴിക്ക് ആൾക്കാർ റോങ് സൈഡ് വരുന്നുണ്ട്. ഒന്നാമതേ വഴിയില്ല. അതേ കണ്ടേ, ഒരു ബൈക്ക് പോയുണ്ടോ, ഒന്നാമതേ വഴിയില്ല. ഒരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ വഴിക്ക് ഒരാൾ റോങ് സൈഡ് വന്നാൽ മൊത്തത്തിൽ ബ്ലോക്ക് ആവും. അതിൻ്റെ ഇടയ്ക്കും ഒരുപാട് ആൾക്കാർ റോങ് സൈഡ് കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോക്കാരും ഈ ബൈക്കുകാരുമാണ് കൂടുതൽ. വേറെ വണ്ടിയൊന്നും ഞാൻ കണ്ടില്ല, പക്ഷെ ഓട്ടോയും ബൈക്കും എന്തായാലും ഉണ്ട്. ഞാൻ
ഇപ്പോൾ വരുന്ന വഴിക്ക് കണ്ടാണ്. എന്തായാലും അതൊരു വൃത്തികെട്ട പരിപാടിയാണ്. കാരണം എല്ലാവരുടെയും സമയത്തിന് വാല്യൂ ഉണ്ട്. ഇപ്പോൾ നമുക്ക് സമയം ഇല്ല എന്ന് പറഞ്ഞാൽ റോങ് സൈഡ് കയറേണ്ട ആവശ്യമൊന്നുമില്ല. മാന്യമായ രീതിയിൽ വേറെ എവിടെയെങ്കിലും ഡൈവേഷൻ ഉണ്ടെങ്കിൽ ആ റോട്ടിൽ കൂടെ പോരാ. അല്ലാണ്ട് റോങ് സൈഡ് കയറി കണ്ട അടുത്ത ടീമാണിത്. മൊത്തത്തിൽ അലമ്പാട്ട ഈ പരിപാടി. നമ്മുടെ ആൾക്കാർ ആയിട്ട് കാണിക്കുന്ന ഏറ്റവും വൃത്തികെട്ട പരിപാടിയാണ് ഈ റോട്ടിൽ റോഡ് റൂൾസ് എന്താ പറയുക ഒബേ ചെയ്യാത്തത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ എറണാകുളം ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പം ഈ ഹൈവേ പിടിക്കരുത്. ഈ ഹൈവേ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ അലൈൻമെൻറ്റും സസ്പെൻഷനും എല്ലാം ഒരുമിച്ചടിച്ച് പോകും. അതിൽ നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈവേ എന്താ പറയുക ഈ കഴക്കൂട്ടം ആ ഭാഗത്തേക്ക് പോകുക. കാരണം അതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മളതിൻ്റെ MC റോഡ് പിടിച്ച് പോകണമായിരിക്കും എന്തിനും നല്ലത്. കാരണം അല്ലെങ്കിൽ എന്തായാലും നമ്മുടെ ഈ സസ്പെൻഷനും കാര്യങ്ങളെല്ലാം അടിച്ചു പോകും. നല്ലത് ഈ വഴി കണ്ടോ, നേരെ ഹൈവേയുടെ പണി നടക്കുന്ന സ്ഥലം. നമുക്ക് കുഴി ഏതാ റോഡ് ഏതാന്ന് മനസ്സിലാവാതായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇരിക്കണേ. നമ്മളിങ്ങനെ ഈ MC റോഡ് പിടിച്ച് പോകണമെങ്കിൽ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വണ്ടിക്കും കംപ്ലൈൻ്റ് ഇല്ല, നമുക്ക് ഡീസൽ ചിലവും ഇല്ല, ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ചിലവും ഇല്ല, നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. പക്ഷേ ഈ ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് ബ്ലോക്ക് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് നമ്മൾ എന്നിട്ട് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നേരെ MC റോഡാണ്. MC റോഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. സുഖമായിട്ട് ഒരു 60-70 പിടിച്ച് സുഖമായിട്ട് കയറി പോകാൻ പറ്റും. അതാണോ ഇവിടെ ഈ ബ്ലോക്ക് വരാൻ കാരണം ഈ ഒരൊറ്റ വണ്ടിയാണ് ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. വേറൊരു വണ്ടിക്കാർക്കും പോവാൻ പറ്റാത്ത രീതിയിലാട്ടോ പുള്ളി ആ വണ്ടി അവിടെ നിർത്തിയിട്ടേക്കണേ. കണ്ടോ, മൊത്തം ബ്ലോക്കായി. ഇതേപോലുള്ള അവൻ എന്താ പറയണ്ടേ, നിങ്ങൾ തന്നെ പറ. ആ ഒരു വണ്ടിക്കാരനാണ് ഈ ബ്ലോക്ക് മൊത്തം. അല്ലെങ്കിൽ അതൊരു പ്രശ്നമില്ല. ആ വണ്ടിക്കാരനോട് ഉണ്ടായ ബ്ലോക്ക് ആട്ടോ നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് മുന്നോട്ട് നമ്മൾ ബ്ലോക്കില്ല. ആ വണ്ടിക്കാരൻ ആ ഹോട്ടലിൽ പോകാൻ വേണ്ടി നിർത്തുക. അത് കുറച്ച് എവിടെയെങ്കിലും നീക്കി നിർത്തിക്കൂടാ, അതില്ല. ആ റോഡിൻ്റെ നടുക്കിട്ട് തന്നെ അവിടെ ഫുഡ് കഴിക്കാൻ പോകണം. ഇതൊക്കെയാണ് ഈ കുഴപ്പം. ഞാൻ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തത് പോലീസ് ഒരു 10,000 ഫൈൻ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഒരു ചൊറിച്ചിലങ്ങ് നിൽക്കും. പിന്നെ വിഷയം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഇവന്മാർ പിന്നെയും ഇങ്ങനെ തന്നെ കാണിച്ചുകൊണ്ട് പോകും. ഇവിടെ നിന്നാട്ടോ നമ്മൾ ഇനിയിപ്പോൾ ലെഫ്റ്റ് കയറാൻ പോകുന്നത്. അതെ, ഇവിടെ നിന്ന് ഇനിയിപ്പം നമ്മൾ ലെഫ്റ്റ് പോകും. ഈ ലെഫ്റ്റ് അല്ല, അടുത്ത ലെഫ്റ്റ്. ഇത് ചെറിയ റോഡാണ്. ചെറിയ റോഡ് പിടിക്കരുത്, വലിയ റോഡാണ്. നമ്മുടെ MC റോഡ് തന്നെ. MC റോഡ് വഴി പോയാലേ കാര്യമുള്ളൂ. ഇതിപ്പോൾ അവിടെ ബോർഡ് വെച്ച് ചെയ്യണത് ഒരു ചെറിയ റോഡിലേക്ക്. ആ വഴി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും. ഇതേ വഴി ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കോട്ടയം. കോട്ടയത്ത് നിന്ന് നേരെ മൂവാറ്റുപുഴ, കൂത്താട്ടുകുളം, പിന്നെ നേരെ എറണാകുളം. വഴി സുഖം കണ്ടില്ലേ. ഒരൊറ്റ വണ്ടിയില്ല, കുഴിയുണ്ട്. നമുക്ക് ആ മറ്റേ മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ഭാഗത്തൊക്കെ കുഴിയുണ്ട്. കുഴി ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളെ പുതിയ ഹൈവേയുടെ അത്രയും കുഴികളൊന്നുമില്ല. ആ വഴി പോയാൽ വണ്ടി മൊത്തം നശിക്കും. പോരാതെ ചെളി പകളം എല്ലാം കൊണ്ട് മതി. കണ്ടോ, സുഖമായിട്ട് കയറി, യാതൊരു കുഴപ്പങ്ങളുമില്ല. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെയും ടിൽ ദെൻ ബൈ.